ഒരു കാലത്ത് ദൂരെ ദൂരെയുള്ള നാട്ടിൽ നിന്ന് ഒരു രുചിക്കൂട്ട് യാത്ര തുടങ്ങി. പേർഷ്യ എന്നായിരുന്നു ആ നാടിൻ്റെ പേര്. അവിടെ ഇറച്ചിയും അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് ഒരു പ്രത്യേക തരം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അതിനെ അവർ ബിരിയാൻ എന്ന് വിളിച്ചു. അതായത് വറുത്തതെന്ന് അർത്ഥം. കുറേ കാലം കഴിഞ്ഞപ്പോൾ ശക്തരായ മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിലേക്ക് വന്നു. അവരുടെ കൂടെ ഈ രുചിക്കൂട്ടും ഇങ്ങോട്ടെത്തി. വിശാലമായ അവരുടെ കൊട്ടാരത്തിലെ പാചകക്കാർ ഇവിടുത്തെ മണ്ണിലെ മസാലകളുടെ മാന്ത്രികത ഈ പേർഷ്യൻ രുചിയുമായി കൂട്ടിച്ചേർത്തു. അങ്ങനെ പുതിയൊരു വിഭവം പിറന്നു, നമ്മുടെ പ്രിയപ്പെട്ട ബിരിയാണി. ബിരിയാണി ഉണ്ടായതിൻ്റെ പിന്നിൽ രസകരമായ ഒരു കഥ കൂടിയുണ്ട്. അതായത് ഒരു രാജ്ഞിയുടെ കഥ. ഷാജഹാൻ്റെ പ്രിയതമയായ മുംതാസ് മഹൽ അവർ ഒരിക്കൽ തൻ്റെ ഭർത്താവിൻ്റെ വലിയ സൈന്യം തളർന്നിരിക്കുന്നത് കണ്ടു. അവർക്ക് നല്ല പോഷകാംശമുള്ള ഭക്ഷണം നൽകണമെന്ന് രാജ്ഞിക്ക് തോന്നി. സൈനികർക്ക് നല്ല പോഷകാംശം ഉള്ള ഭക്ഷണം നൽകണമെന്ന് രാജ്ഞിക്ക് തോന്നി. കാരണം തങ്ങളുടെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പ്രിയതമന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ. പ്രവർത്തിച്ചാലേ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. സൈന്യം നന്നായാൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ പോഷകാഹാര ഗുണങ്ങൾ തീർക്കാൻ വേണ്ടി ഇറച്ചിയും ധാന്യമായ അരിയും സുഗന്ധം നിറയ്ക്കുന്ന മസാലകളും എല്ലാം ചേർത്ത് ഒരു വിഭവം ഉണ്ടാക്കാൻ അവർ പാചകക്കാരോട് കൽപ്പിച്ചു. ആ വിഭവമാണ് പിന്നീട് ബിരിയാണി എന്ന പേരിൽ ലോകം മുഴുവനും അറിയപ്പെട്ടത്. ഇങ്ങനെ ഒരു കഥ ബിരിയാണിയുടെ പിന്നിൽ ഉണ്ട്. എന്തായാലും ഈ കഥ സത്യമാണോ അല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും ഒരു കഥയായി തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ മുഗളരുടെ കൊട്ടാരത്തിൽ നിന്ന് ഈ രുചി ഇന്ത്യയുടെ ഓരോ കോണിലേക്കും പടർന്നു. ഓരോ നാടിനും അതിൻ്റെതായ മണ്ണും കാലാവസ്ഥയും ഉണ്ട്. അതുപോലെ ഓരോ ബിരിയാണിക്കും അതിൻ്റെതായ രുചിയുണ്ട്. ഹൈദരാബാദിൽ പോയാൽ നല്ല എരിവുള്ള മസാലകൾ നിറഞ്ഞ ബിരിയാണി കിട്ടും. ലക്നൌവിലാണെങ്കിൽ വളരെ പതുക്കെ വേവിച്ച വായിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന ബിരിയാണി കഴിക്കാം. നമ്മുടെ കേരളത്തിലും ബിരിയാണിക്ക് സ്വന്തമായ ഒരു കഥയുണ്ട്. മലബാറിലെ തലശ്ശേരി ബിരിയാണിക്ക് ഒരു പ്രത്യേക മണവും രുചിയുമുണ്ട്. ചെറിയ ജീരകശാല അരിയും നമ്മുടെ തനത് മസാലകളും ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ ദം ചെയ്തെടുക്കുമ്പോൾ അതിനൊരു സ്വർഗീയ രുചിയാണ്. ഓരോ പിടിയിലും ആ നാടിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാലം ഒരു പുഴ പോലെ ഒഴുകി നീങ്ങിയപ്പോൾ ബിരിയാണി പല രൂപത്തിലും ഭാവത്തിലും നമ്മളിലേക്ക് എത്തി. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായി ബിരിയാണി മാറി. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ബിരിയാണി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയുക, നമുക്ക് അത്രയും ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ ബിരിയാണി ലഭിക്കുന്ന അവസ്ഥയാണ്.